It's nice kingfish. Teeth. You got no teeth, so you can put your finger in his mouth. കിട്ടിയ സ്നാപ്പറാണോ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു സ്നാപ്പറേ കിട്ടിയുള്ളൂ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ന്യൂസിലൻഡിലെ നുപ്ലമത്തിലുള്ള പോർട്ട് ഓഫ് ടെർനാക്കിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാറി ഉൾക്കടലിൽ ചൂണ്ടിടാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സുഹൃത്ത് മൈക്കിളിൻ്റെ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. മൈക്കിൾ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സാധനങ്ങളും തയ്യാറാക്കി പോർട്ട് ഓഫ് ടെർനാക്കിയിൽ ബോട്ട് ഒതുക്കി എല്ലാം ചെക്ക് ചെയ്ത് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തി. നമ്മുടെ കൂടെ ഫാദർ സോബിനുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് ഇന്ന് ബോട്ടിന് പോകുന്നത്. അപ്പോൾ കല്ലൂർക്കാടൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ബോട്ട് കടലിൽ ഇറക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഹെവി ടാസ്ക്കാണ്. ഇവിടെ കൃത്യമായ റാമ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. മൈക്ക് ഇതിൻ്റെ ഓട്ടോ റിലീസ് ചെയിനെല്ലാം ലൂസാക്കി കൃത്യമായിട്ട് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്തു. അതിനുശേഷം എന്നോട് ബോട്ട് ഇറക്കാൻ പറഞ്ഞു. വലത്തേക്ക് തിരിക്കുമ്പോൾ ഇടത്തേക്ക് പോവുകയും ഇടത്തേക്ക് തിരിക്കുമ്പോൾ വലത്തേക്ക് പോവുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു ഇവിടുത്തെ ബോട്ടിറക്കൽ. അത് ഇച്ചിരി ഹെവി ആയിരുന്നു എന്നെ സംബന്ധിച്ചോളം. കാരണം എനിക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലാതെയാണ് ഞാൻ ഈ ബോട്ടിറക്കാൻ പോയത്. ഏത് ലെവൽ വരെയാണ് ബോട്ട് ഇറക്കാൻ പറ്റുന്നത്, വാട്ടർ ലെവൽ എന്ന് കൃത്യമായിട്ട് മൈക്കിൾ പറഞ്ഞു തന്നു. അതുപ്രകാരം പയ്യെ സാവധാനം ബോട്ട് ഇറക്കി. ബോട്ടിനുള്ളിലാണ് മൈക്കിളുള്ളത്. ഈ ചെയിനെല്ലാം ഓട്ടോ റിലീസാക്കി സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം വെള്ളത്തിലേക്ക് ഇറക്കി ബോട്ട് റിവേഴ്സ് എടുക്കുമ്പോൾ ചില ബോട്ടുകൾ റിവേഴ്സ് എടുക്കാതെ തന്നെ സ്ലിപ്പായി വരും. ചിലത് റിവേഴ്സ് ഗിയർ എൻജിൻ ഓൺ ചെയ്താൽ മാത്രമേ അത് കൃത്യമായിട്ട് വരികയുള്ളൂ. മൈക്കിൾ എന്താണെങ്കിലും റിവേഴ്സ് എൻജിൻ ഓണാക്കി അങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കി. അത് ഇറക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മൈക്കിൾ ഇങ്ങനെ ട്രെയിലറിൽ നിന്നും ബോട്ടൊക്കെ ഇറക്കി ബോട്ട് തിരിച്ച് ഞങ്ങൾക്ക് കയറാവുന്ന രീതിയിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടു. ഞാൻ വണ്ടി അപ്പോഴത്തേക്കും കൊണ്ടുപോയി ട്രാക്കിൽ കൃത്യമായിട്ട് പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്ത് തിരിച്ച് ബോട്ടിൽ കയറാനുള്ള തയ്യാറെടുപ്പിൽ വന്നിരിക്കുകയാണ്. Coast Guard radio, Orange Ruffy calls. Coast Guard radio, do you have a direction call sign over? Yes, Orange Ruffy Zulu Mike Papa 4052. We have 3 persons on board. We are going for a fish out of Port Taranaki. Return time of 1400. Roger, have a good day. Coast Guard radio out. That's what you have to do. Well, you don't have to, but you're supposed to. Yeah, that's good. Yeah? Yeah. Well, I've got Anish and I've got Father Sobin, and we're going out off Port Taranaki. We're going to just go up past Awalkara a bit, which is 20 minutes drive. We'll just bottom fish. We'll try for some gurnard and maybe some snapper, maybe some blue cod. That's about it. We'll go for 2 or 3 hours and see how we go. Yep. Good. Yeah. It's nice weather as well. അങ്ങനെ കോസ്റ്റ് ഗാർഡിന് ഞങ്ങൾ മെസ്സേജ് നൽകിയതിന് ശേഷം ഞങ്ങൾ അപ്പോൾ ഫിഷിങ്ങിനായിട്ട് പോവുകയാണ്. ഇന്ന് നല്ല വെതറും കൂടെ ആയതുകൊണ്ട് കൂടുതൽ ഫിഷ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. Hotline to heaven, where I always get fish. Sometimes I come, no fish. It's all right, no problem. Fishing is like a, you know. Some days we get, some days we don't get. Yeah, that's right. ഫിഷിങ് എന്ന് പറയുന്നത് നമുക്കൊരു ഭാഗ്യം കൂടിയാണ്. കാരണം നമുക്ക് ഏത് നിമിഷം ചിലപ്പോൾ കൂടുതൽ ഫിഷ് കിട്ടാം, ചിലപ്പോൾ കുറച്ച് കിട്ടാം, ചിലപ്പോൾ ഒരു ഫിഷ് പോലും കിട്ടാതെ വരാം. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ചുമ്മാ ഒരു എൻജോയ്മെൻറ്റ് എന്ന രീതിയിൽ ചുമ്മാ ഒരു ഡ്രൈവ് എന്ന രീതിയിൽ കണക്കൂട്ടേണ്ടി വരും. Chinese proverb says, time spent fishing is not taken from a man's life. Oh, yeah. So, and down at the Cape, right off the Cape of
where the lighthouse is. Okay. Taranaki. It's just become a member out there. Father Sobin. Yeah, it's our boat driver, Micah. Yeah, The skipper. yeah, skipper, captain of the boat. Yeah. Yeah. And it will just keep the boat still in this one spot. Okay. Now down here, we put a bit of bait out and the fish smell where we are Okay. and they come to us. Okay. മൈക്ക് കൃത്യമായിട്ട് ഫിഷ് ബൈറ്റ് സ്ക്വിഡായിരുന്നു നമുക്ക് ഫിഷ് ബൈറ്റായിട്ട് ഉപയോഗിക്കാനായിട്ടുണ്ടായിരുന്നത്. അത് കൃത്യമായിട്ട് ഒരുക്കി. ഫാദർ സോബൻ ബോട്ടിനെ കുറിച്ച് കൃത്യമായിട്ടൊന്നുകൂടി മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. അതിനിടയ്ക്ക് മൈക്ക് ഒരു ചൂണ്ട കാസ്റ്റ് ചെയ്തു. ഞങ്ങളെ വിളിച്ച് ഫാദർ സോബനാണ് ഫസ്റ്റിൽ ചൂണ്ടയിടുന്നത്. Hopefully coming big one. You reckon he's on there? Oh, father got a fish. Is it fish on? Yeah. Come on, come on. There it is. Wow. Down under the boat, got my line. Yeah. Okay. Oh, that's good. Come on, come on. Ah. Oh, it's gone. Hang on, just pull it for me. Oh my God. That's kawai or mackerel. Okay. Ah, one is here. Yeah. Got it. Another mackerel. Mackerel. Yeah. Yeah. Wow. They're good eating. Yeah. That's nice. Yeah. Good. Wow. This one I think I do. But I have to start bleeding them. Okay. You put a bait on the bottom, you can put it back down again. Okay. What is that going? Yeah. Nice one. Yeah. Yeah, fish on, fish on. I'm saying gurnard if it's a fish. Okay. Yeah, whoa. Yep, slowly. Now pick them up. Yeah, it's good not. Yeah. Oh. It's nice. Yeah, nice eating. Yeah. Wow, gurnard. There you go. We got good size gurnard. Not big, but it's big enough. Yeah. It's big enough. Yeah. Good. It's Yeah. good. Yeah. The bait is still good, so you can put it back down. ഏകദേശം 30 മുതൽ 40 വരെ മീറ്റർ താഴ്ചയിൽ നിന്നാണ് നമ്മൾ ഈ മീനെല്ലാം പൊക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഹെവിയാണ്. കറക്കി 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 നമ്മുടെ ഇടപാട് തീരും. Yep, let it off. Oh, kingfish. Come on. Kingfish. Wow. Wow, good size. Kingfish. I think he's a taker. He has to be 750 long. Wow. Good size. Yeah, we'll put him down in the boat. Wow. Maybe 10 kg? Maybe. Yeah, he's a reasonable size. I don't think he's quite long enough, but he might be. This one is way short. He has to be as long as that thing. No teeth. You got no teeth, so you can put your finger in his mouth. Nice kingfish. But small size. Small size. Yeah. Yeah. Length is the problem, so we put it back. Okay. Thanks. ലൈഫിൽ ആദ്യമായിട്ടാണ് കിങ് ഫിഷിനെ പിടിച്ചിട്ട് പുറത്തേക്ക് തിരിച്ചു വിടുന്നത്.
ഇച്ചിരി സൈസ് കുറവായിരുന്നു, പക്ഷേ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10 കിലോ അടുക്കെ ഉണ്ടായിരുന്നു. ഫാദർ സോബിനാണ് കേട്ടോ ഇന്ന് നമ്മുടെ കിങ് ഫിഷ് വേട്ട നടത്തിയത്. എല്ലാവരും ഛർദ്ദിച്ച് കുളമായി. എൻ്റെ പൊന്നെ മടുത്തു. കാരണം ബോട്ടം ഫിഷിംഗ് അല്ലേ നടത്തുന്നത്. ഇപ്പോൾ വീണ്ടും ഫിഷ് കിട്ടിയിരിക്കുകയാണ്. 6 kilo snapper. Hopefully. Yeah. Another king. Another king. You see that? Oh no. Kawai. Kahawai. Kawai. Kawai. What were those first ones we caught? Hang on. Kevin, I'll fix that up. Yeah, good snapper. Hang on, we net him. You just walk backwards. Yeah. Good size snapper. Easy. Yeah. Easy. Okay. There you go. Come on, snapper. ഈ ബോട്ടിൽ പോയുള്ള ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടം ഫിഷിംഗ് ആണ്. അപ്പോൾ ഈ വെള്ളം കിടന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓളം വിട്ടുമ്പോൾ ബോട്ടും അതോടൊപ്പം തന്നെ ഓളം പിടുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ പിടി വിട്ടുപോകും. ഛർദ്ദിച്ച് നമ്മുടെ ഇടപാടെല്ലാം തീർന്നു പോകും. എല്ലാവരും അടുത്തു. എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. മൈക്കിളിന് കൂടുതൽ ബോട്ടിംഗ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മൈക്കിളിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലായിരുന്നു. വെള്ളം വിട്ടുമ്പോഴും ബോട്ട് അതനുസരിച്ച് ഓളം വിട്ടുമ്പോഴും ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഞങ്ങളും അടുത്ത് വന്ന് മനസ്സിലാക്കി. മൈക്കിൾ പറഞ്ഞ സമയത്തിൽ നേരത്തെ തന്നെ ഞങ്ങൾ തിരിച്ച് കയറി. ഞങ്ങൾക്കെല്ലാം എത്രയും പെട്ടെന്നൊന്ന് കരക്കെത്തിയാൽ മതി എന്ന ഒരു മൈൻഡായിരുന്നു. കാരണം ഞങ്ങൾ അത്രമേൽ മടുത്തു പോയി. അങ്ങനെ മീൻപിടുത്തം എല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ചുള്ള യാത്രയിൽ മൈക്കിള് എല്ലാ കാര്യങ്ങളും അടുക്കി പറക്കി വെക്കുന്നതിനിടയ്ക്ക് ഫാദർ സോബനും ബോട്ടൊന്ന് ഓടിച്ചു നോക്കി. അങ്ങനെ നീണ്ട 1.5 മണിക്കൂറോളമുള്ള ഫിഷിങ്ങിന് ശേഷം ഞങ്ങൾ പോർട്ട് ഓഫ് ടർനാക്കിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. Zulu Mike Papa 4052. Yeah, just pushing the close out. Different port, please. Thank you. We're inside the port of Taranaki. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ സ്നാപ്പറാണോ പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരു സ്നാപ്പറേ കിട്ടിയുള്ളൂ. കിങ് ഫിഷ് അളവ് ശരിയല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വിട്ടു. പിന്നെ കുറേ ഗർനാഡ് കിട്ടി, 1-2 ഗർനാഡ് കിട്ടി. ഗർനാഡ് ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ഗർനാഡ്, ചെറുകുള്ള മീൻ ഗർനാഡ്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസാണ്. പിന്നെ കിട്ടിയിരിക്കുന്നത് മക്കളെ, അതുപോലെ തന്നെ കവായി ഉണ്ട്. കവായി ഇതുവരെ അങ്ങനെ ചത്തിട്ടില്ല, ജീവനുണ്ട്.
അങ്ങനെ മൈക്കിള് എല്ലാം ബോട്ട് തിരിച്ച് കയറ്റാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തു. ബോട്ട് ഓടിക്കുന്നത് ഇപ്പോൾ മൈക്കിള് തന്നെയാണ്. ട്രെയിലർ തിരിച്ചിറക്കി നിർത്തിയതിന് ശേഷം ബോട്ട് ഓടിച്ച് കയറ്റി കഴിയുമ്പോൾ ആ ബോട്ടിൻ്റെ ലോക്കാവുന്ന ഒരു ഭാഗമുണ്ട്. ആ ലോക്ക് ഓട്ടോമാറ്റിക്കലി ലോക്കാവും. ലോക്കായി കഴിയുമ്പോൾ ഇതുണ്ടോ, ഇതുപോലെ ലോക്കാവും. ലോക്കായി കഴിഞ്ഞ് നമുക്ക് ട്രെയിലർ ഓടിച്ച് പോകാവുന്നതാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനിയും ഇതുപോലത്തെ വീഡിയോകളുമായി ഞാൻ വരും. അപ്പോൾ അതുവരെ നമസ്കാരം.